ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ 2 ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. അപ്പം എന്താ റാ സെറ്റിൻ്റെയും അതുപോലെ ക്ലിപ്പ് സെറ്റിൻ്റെയും ഒക്കെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെല്ലാം തന്നെ ഒരുവിധം കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഓരോന്നായിട്ട് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ക്ലിപ്പ് തന്നെ വേറെ ഒരു മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഇത് പാക്കിങ് വന്നത്. ഇത് പൊട്ടിക്കാം. നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കൂടി അകലെ വെച്ചെടുക്കുന്നത് കേട്ടോ. എന്താണ് ചെയ്യുന്നത് കാണുന്നില്ല എന്ന് എനിക്ക് വീഡിയോ കണ്ടപ്പോഴേക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടി അകലെ പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഒരുവിധം കാണാൻ പറ്റുമായിരിക്കും. ഇതിൽ 2 മുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് കൊടുക്കേണ്ട മോഡൽ മഴത്തുള്ളി മോഡൽ മുത്താട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവോ? കാണുന്നുണ്ടല്ലേ. നമുക്കിത് ചെയ്യാം. ഉണ്ടോ, പശ തയ്ക്കാൻ പോകട്ടോ. എനിക്ക് തോന്നുന്നു ഇത് മാത്രം ഒട്ടിച്ചാൽ മതിയെന്ന്. കാരണം അത് പശ ആയിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴെ പോയി ഒരു പിന്നെ കുത്തിക്കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ അടഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോഴാണ് പശ മര്യാദയ്ക്ക് കിട്ടിയത്. നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇത് മാത്രം ഒട്ടിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ക്ലിപ്പല്ലേ. അപ്പോൾ നമുക്കിത് ഈ മുത്തുകളെല്ലാം കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ടാവത്തില്ല. ഇത് തന്നെ ഒട്ടിക്കുമ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കിത് ഇവിടെ ഉണക്കാനായിട്ട് വയ്ക്കാം. ഒരു സെക്കൻഡ്, ആ താഴെ പോയി ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, നമ്മുടെ ഒരു മുത്ത് താഴെ പോയിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണെന്നറിയില്ല, ഈ മുദ്ര മാത്രത്തിൽ ഇത് അപ്പോൾ ഒട്ടുന്നില്ല. അത് നോക്കാം, എന്തായാലും ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിക്കണു. കറക്റ്റ് ടൈം കറണ്ട് പോയിട്ടിട്ട് അതാണ് വെട്ടം കുറഞ്ഞ കേട്ടോ. അപ്പം ഈ മുത്തുകളിൽ എനിക്ക് അത് മാത്രം ഒട്ടിച്ചാൽ മതി തോന്നുന്നു. കാരണം ഇതൊക്കെ ഒട്ടിക്കാനുള്ള സ്പേസ് അതിലില്ല. ചെറിയൊരു ക്ലിപ്പല്ലേ, അപ്പം അതുണ്ടാവില്ല. നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം, ഇതെടുത്ത് വയ്ക്കാം. വേറൊരു മാർഗ്ഗമില്ലല്ലോ. പിന്നെ നമുക്ക് കുറച്ച് റാ സെറ്റും കൂടി വരുന്നുണ്ട് ബാലൻസ്. നമ്മൾ ആകെ 2 റായ ചെയ്തിട്ടുള്ളൂ. അതിൽ 1 റാ പോയി, 1 റാ പാക്ക് ചെയ്ത് പോയി, 1 ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും റായും കൂടി വരുന്നുണ്ട്. കണ്ടോ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ തന്നിട്ടുണ്ട് ബ്ലാക്ക് ഒരു ഇത് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ റായമൊക്കെ ഒട്ടിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വിചാരിക്കണത് ഇത് മൊത്തം ബീഡ്സാട്ടോ. ഈ പാത്രം നിറച്ച് ബീഡ്സാണ്. വേറെ കുറേ സെറ്റ് ഉണ്ട് ഇവിടെ. കണ്ടോ,
മൊത്തത്തിൽ തന്നെ ബീഡ്സുകളാണ്, കവർ നിറച്ച് ബീഡ്സുകളാണ് കണ്ടോ. ഇതും ഇങ്ങനെ ഒട്ടിക്കണം എന്നുണ്ട്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് തുണി ആയതുകൊണ്ട് ഈ തുണിമേക്ക് അങ്ങോട്ട് പശ പിടിക്കുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടേപ്പല്ലേ, ഈ ടേപ്പ് ഞാൻ ചുറ്റാൻ പോവാം, ഈ റായിൽ നിറച്ച് ചുറ്റി വയ്ക്കാൻ പോവുക. എന്നിട്ട് ഞാൻ പശ തേച്ച് ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം എന്ന് വെച്ചാൽ ഇത് തുണി മോഡലല്ലേ, അപ്പം പെട്ടെന്ന് അതിലേക്ക് പിടിക്കാൻ കുറച്ച് ടാസ്ക്. നമുക്കിതെന്തായാലും ഒട്ടിച്ച് നോക്കാം. ഇങ്ങനെ എന്തായാലും ഒട്ടിച്ച് നോക്കാം. എനിക്കറിയത്തില്ല എത്രത്തോളം ബെറ്റർ ആവുമെന്നൊന്നും. അതിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സെക്കൻഡ്, ഈ കത്രിക ഇവിടെ എടുത്ത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഇതെന്താ ഒട്ടിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുണി മോഡലായതുകൊണ്ട് ഈ പശ ഒട്ടാൻ കുറച്ച് ടാസ്ക്കാണ് നമുക്ക്. അപ്പം നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ്ലി ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പം ഇതൊന്ന് പിടിച്ച് വരാൻ തന്നെ ഒരു 1.5 മണിക്കൂർ എന്തായാലും എടുക്കും ഏകദേശം. അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ഇതായതുകൊണ്ട് ഇത് ഒട്ടിക്കാൻ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഇതെന്താവും എന്നൊക്കെ. പൂ മോഡൽ ബീഡ്സ് ആട്ടോ, നല്ല രസമില്ല കാണാൻ. പിന്നെ നടുക്ക് ഞാൻ ഇതിവിടെ ഒരു ഇത് വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബീഡ്സ്, ഇങ്ങനത്തെ ബീഡ്സ് ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു വെള്ള ബീഡ്സും ഇരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ വെള്ള ബീഡ്സ് ഇരിക്കുന്നുണ്ട്. ഞാനത് ഏകദേശം റായലായിട്ടും അതുപോലെ ഏകദേശം ഒട്ടിച്ചിട്ടുണ്ട്, റായലും സ്ലേഡിലുമായിട്ട്. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ഈ റായി തന്നെ ഞാൻ ഒട്ടിച്ച് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. നമുക്ക് എന്തായാലും ഒട്ടിച്ചു നോക്കാം.
ഓക്കെ, ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ താഴെ വയ്ക്കുന്നില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഈ ബീഡ്സ് മൊത്തത്തിൽ തന്നെ പുറത്തെടുക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരില്ലായിരിക്കും. അപ്പം നോക്കാം. വേണമെങ്കിൽ ഈ കല്ലും കൂടി ഒട്ടിച്ച് കൊടുക്കാം, പക്ഷെ അതൊരു ഭംഗി ഉണ്ടാവത്തില്ല. നമുക്കിത് അകത്തി ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇത് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാട്ടോ നിങ്ങളെ. ഒരു പൂ മാത്രം ചാടിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ കുറച്ച് ഇതിലാണ്, അതുകൊണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ഇപ്പോൾ പിള്ളേർക്കായാലും 2 മാസത്തെ വെക്കേഷനൊക്കെ ആവാറായിട്ടുണ്ടല്ലേ. പിള്ളേരെന്ന് പറയുമ്പോൾ വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ കളിച്ച് നടക്കുക, അല്ലെങ്കിൽ ഫോൺ കാണാം. ഇപ്പോഴത്തെ നിലയിൽ അതായിരിക്കും മുഖ്യം, ഫോൺ കാണാം, അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അവരും മേക്ക് ചെയ്യട്ടെ. അവർക്കൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. പിള്ളേർ മേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ചെയ്യാം കേട്ടോ. ഇത്രയും ചെയ്തിട്ട് വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, മൊത്തത്തിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ എന്താവും എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം, കംപ്ലീറ്റ് ആക്കാതെ. ഉണക്കാൻ വയ്ക്കാനാണ് ഈ ടാസ്ക്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉണക്കാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വേണ്ട, ഇത് തന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഈ ഫ്ലവർ തന്നെയാണ് ഇത്തിരി കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതായ ഒരെണ്ണം ചാടിപ്പോയിട്ടുണ്ടല്ലേ. നമുക്ക് ഇത്രയും ഉണക്കാൻ വെച്ചിട്ട് ബാക്കി ബീഡ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
റാങ്ങ് പിടിപ്പിക്കുക എന്നുള്ളത് ഒരിത്തിരി ടാസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ പറയാണ്. ഇതെല്ലാം തുടങ്ങട്ടെ. അമ്മയ്ക്ക് ഇനി പറഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഞാൻ അതിനും പാക്ക് ചെയ്യണതായിട്ട് ഇട്ടിട്ടില്ല. ഓരോന്നായിട്ട് ചാടിപ്പോയി തുടങ്ങിയാണ് മുത്തുകളൊക്കെ. നമുക്ക് എന്തായാലും ഒട്ടിക്കാം. ഓക്കെ, ഞാൻ ബാക്ക് ചെയ്തിട്ടു അത് ക്ലിപ്പ്. ഇനി നമ്മൾ പ്രൈസ് ഇടണ ചടങ്ങുണ്ട്, ഞാൻ നിങ്ങളായിട്ട് കാണിക്കുന്നില്ല. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് പിള്ളേർ മാത്രം ഉപയോഗിക്കുന്ന ക്ലിപ്പും റായും മാത്രമല്ല കേട്ടോ, അമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുമേയും കല്ലുകൾ ഒട്ടിച്ച് ഡിസൈൻ ചെയ്യുന്നത് മാത്രം. അതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം കാണിച്ചിരുന്നു, കണ്ടോ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആർക്കെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം ബൈ, നാളെ അടുത്ത വീഡിയോ കാണാം.